ആഭ്യന്തര വകുപ്പിന് നാണക്കേടായി പോലീസ് മർദ്ദനത്തിൽ കൂടുതൽ പരാതികളാണ് പുറത്തുവരുന്നത്. ആലപ്പുഴ ഡിവൈഎസ്പി മധു ബാബുവിനെതിരെ വീണ്ടും മർദ്ദന പരാതി. 2022 മധു തൊടുപുഴ ഡിവൈഎസ്പി ആയിരിക്കെ ഹൃദ്രോഗിയായ വ്യക്തിയെ ആക്രമിച്ചുവെന്നാണ് കേസ്. ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകാതെ വന്നതിനെ തുടർന്ന് പരാതിക്കാരനായ തൊടുപുഴ സ്വദേശി മുരളീധരൻ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. 2022 ഡിസംബറിലാണ് തൊടുപുഴ ഡിവൈഎസ്പി ആയിരുന്ന മധു ബാബു മലങ്കര സ്വദേശിയായ മുരളീധരനെ മർദ്ദിച്ചത്. തൊടുപുഴ SNDP യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയിലെ വനിതാ നേതാവിനെതിരെ സമൂഹമാധ്യമത്തിൽ മോശമായ രീതിയിൽ പ്രചരണം നടത്തിയതുമായി ബന്ധപ്പെട്ട് മുരളീധരനെതിരെ പരാതിയുണ്ടായിരുന്നു. ഈ കേസിലാണ് ഇദ്ദേഹത്തെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയത്. കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടെ തൊടുപുഴ ഡിവൈഎസ്പി വയർലെസ് സെറ്റ് എടുത്തെറിയുകയും മുഖത്തടിക്കുകയും ബൂട്ടിട്ട് നെഞ്ചിൽ ചവിട്ടുകയും ചെയ്തെന്നാണ് മുരളീധരന്റെ പരാതി. വളരെ സുഖിതനായിട്ട് ചാടി എണീറ്റ് അദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന വയർലെസ് എന്റെ നെഞ്ചത്തേക്ക് വലിച്ചെറിയുകയും അത് കഴിഞ്ഞ് ഞാൻ ആ കസേര സഹിതം വീണു കഴിഞ്ഞപ്പോൾ പോലീസുകാരോട് അദ്ദേഹം പറഞ്ഞു പിടിച്ചേൽപ്പിക്കാൻ അവനെന്നും പറഞ്ഞ് പിടിച്ചേൽപ്പിച്ച് വന്ന വഴി ഇദ്ദേഹം വീണ്ടും ഏറ്റുവന്ന് എന്റെ നെഞ്ചത്ത് ഷൂ ഇട്ട് ചവിട്ടുകയാണ് ഉണ്ടായത്. മർദ്ദനത്തെ തുടർന്ന് മുരളീധരൻ ആശുപത്രിയിലെത്തിയെങ്കിലും മധു ബാബു ഇടപെട്ട് ചികിത്സ തുടരാൻ അനുവദിച്ചില്ലെന്നും ആരോപണമുണ്ട്. മധു ബാബുവിനെതിരെ സംസ്ഥാന പോലീസ് മേധാവിക്കും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല. തുടർന്ന് മുരളീധരൻ കോടതിയെ സമീപിക്കുകയായിരുന്നു. കേസ് ഒത്തുതീർപ്പാക്കാൻ ഉന്നതർ മുഖാന്തരം മധു ബാബു ഇടപെടൽ നടത്തിയെന്നും മുരളീധരൻ ആരോപിച്ചു. അമൃത ന്യൂസ്, ഇടുക്കി. റിട്ടയർഡ് ബാങ്ക് ഉദ്യോഗസ്ഥനായ 62-കാരനെ പത്തനംതിട്ട അടൂർ പോലീസ് സ്റ്റേഷനുള്ളിൽ വെച്ച് അകാരണമായി മർദ്ദിച്ചുവെന്ന് പരാതി. സബ് ഇൻസ്പെക്ടറായിരുന്ന അനൂപ് ചന്ദ്രനെതിരെ മുഖ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകി മാസങ്ങൾ കഴിഞ്ഞിട്ടും നീതി കിട്ടുന്നില്ല എന്ന് പള്ളിക്കൽ സ്വദേശി ബാബു പറയുന്നു. അടൂർ പള്ളിക്കൽ സ്വദേശി വി ബാബുവിന് നാട്ടിൽ തന്നെയുള്ള മറ്റൊരു വ്യക്തിയുമായി സാമ്പത്തിക ഇടപാടിൽ തർക്കമുണ്ടായിരുന്നു. അടൂർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മെയ് 27-ാം തീയതി CIയുടെ മധ്യസ്ഥതയിൽ സംഭവം ഒത്തുതീർപ്പായി. തുടർന്ന് പരാതികളൊന്നുമില്ലെന്ന് എഴുതി നൽകാൻ ആവശ്യപ്പെട്ട് CI സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് പോയി. ഈ സമയം സ്റ്റേഷനിലേക്ക് കയറി വന്ന SI അനൂപ് ചന്ദ്രൻ ഒരു കാരണവുമില്ലാതെ അസഭ്യം പറഞ്ഞ ശേഷം മർദ്ദിച്ചു എന്നാണ് പരാതി. സബ് ഇൻസ്പെക്ടറായ അനൂപ് ചന്ദ്രൻ എവിടുന്നോ അദ്ദേഹം പുറത്തുനിന്നാണെന്ന് തോന്നുന്നു. അദ്ദേഹം അവിടെ ആ സ്ഥലത്ത് ഇല്ലായിരുന്നു. ഈ സംഭവം നടക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹത്തിന്റെ ചേംബറിലില്ലായിരുന്നു. സബ് ഇൻസ്പെക്ടർ അനൂപ് ചന്ദ്രൻ അദ്ദേഹത്തിന്റെ ചേംബറിലില്ലായിരുന്നു. പക്ഷെ വെളിയിൽ നിന്ന് എവിടുന്നോ അദ്ദേഹം വരികയും പിന്നെ എന്നെ ഒരു പ്രതിയെ പോലെ അല്ലെങ്കിൽ ഒരു ക്രിമിനൽ എന്നുള്ള ഒരു രീതിയിൽ കാണുകയും ആ രീതിയിൽ പെരുമാറുകയും അദ്ദേഹത്തിന്റെ കനത്ത ബൂട്ടിട്ട് എന്റെ കാലിന്റെ പാദത്തിന് മുകളിൽ പിന്നെ ചവിട്ടുകയായിരുന്നു ചെയ്തത്. വലത്തെ കാലുകൊണ്ട് വളരെ ശക്തമായിട്ടുള്ള ചവിട്ടുകയാണ്. അങ്ങനെ മുറിവുണ്ടാകുകയും ഹോസ്പിറ്റലിൽ പോയി പിന്നെ അത് മുറിവിന് മരുന്ന് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റുകളും മറ്റു കാര്യങ്ങളും എല്ലാം നമ്മൾ അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അസുഖബാധിതനാണെന്നും ഉപദ്രവിക്കരുത് എന്നും സ്റ്റേഷന് പുറത്തുനിന്ന് ബാബുവിന്റെ ഭാര്യ കരഞ്ഞു പറഞ്ഞു. എന്നാൽ ഭാര്യയെയും അസഭ്യം പറഞ്ഞ SI ജാതീയമായി അധിക്ഷേപിച്ചെന്നും ബാബു പറയുന്നു. ദളിത് സംഘടനാ പ്രവർത്തകർ കൂടിയാണ് ബാബുവും ഭാര്യയും. മുഖ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകിയിട്ടും SIക്കെതിരെ ഒരു നടപടിയും ഉണ്ടായില്ല. സംഭവത്തിന് പിന്നാലെ SIയെ സ്ഥലം മാറ്റിയെന്നും മറ്റു പരാതികൾ ഒത്തുതീർപ്പാക്കണമെന്നും ആവശ്യപ്പെട്ട് ഉന്നത ഉദ്യോഗസ്ഥർ ഇപ്പോഴും സമീപിക്കുന്നതായി ബാബു പറയുന്നു. പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അടക്കം റിപ്പോർട്ട് തേടിയെങ്കിലും ജില്ലയിലെ ഉന്നത ഉദ്യോഗസ്ഥർ തുടർ നടപടികൾ അട്ടിമറിക്കുന്നതായും സംഭവ ദിവസത്തെ CCTV ദൃശ്യം ആവശ്യപ്പെട്ട് DYSPക്ക് അപേക്ഷ നൽകിയെങ്കിലും ഇതുവരെ ലഭ്യമാക്കിയിട്ടില്ലെന്നും ബാബു പറയുന്നു. അമൃത ന്യൂസ്, പത്തനംതിട്ട. പീച്ചി പോലീസ് സ്റ്റേഷൻ മർദ്ദനത്തിൽ കടവന്ത്ര CI PM രതീഷിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. ദക്ഷിണമേഖല IG ശ്യാം സുന്ദറാണ് നോട്ടീസ് നൽകിയത്. രതീഷ് പീച്ചി SI ആയിരുന്നപ്പോഴാണ് സ്റ്റേഷൻ മർദ്ദനം നടന്നത്. 15 ദിവസത്തിനകം മറുപടി നൽകണമെന്നാണ് നിർദ്ദേശം. തൃശൂരിലെ പീച്ചി പോലീസ് സ്റ്റേഷനിലെ മർദ്ദന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത്. പട്ടിക്കാട് ലാലീസ് ഫുഡ് ആൻഡ് ഫൺ ഹോട്ടൽ ഉടമ KP ഔസേപ്പ, മകൻ പോൾ ജോസഫ്, ഹോട്ടൽ ജീവനക്കാർ എന്നിവരെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിച്ചുവെന്നാണ് കേസ്. SI ആയിരുന്ന PM രതീഷാണ് പ്രതി. 2023 മെയ് 24 നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ഏറെ നിയമ പോരാട്ടത്തിനൊടുവിൽ വിവരാവകാശ നിയമപ്രകാരം 2024 ഓഗസ്റ്റ് 14-നാണ് കിട്ടിയത്. ദക്ഷിണ മേഖല IGയുടെ ഓഫീസിൽ ഈ കേസിന്റെ ഫയൽ മാസങ്ങളായി കെട്ടിക്കിടക്കുകയാണ്. അഡീഷണൽ SP ശശിധരന്റെ അന്വേഷണത്തിൽ രതീഷ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും ഫയലിൽ ഇക്കാര്യം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതുവരെ നടപടിയെടുത്തിരുന്നില്ല. ഇപ്പോൾ വാർത്ത പുറത്തുവരികയും ചർച്ചയാകുകയും ചെയ്തതോടെ രതീഷിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകാൻ IG നിർദ്ദേശം നൽകി. നോട്ടീസ് ലഭിച്ച് 15 ദിവസത്തിനകം വിശദീകരണം നൽകണം.
നിലവിൽ കടവന്ത്ര SHO ആണ് രതീഷ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കസ്റ്റഡി മർദ്ദനങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ തെളിവ് സഹിതം തുടർച്ചയായി പുറത്തു വന്നിട്ടും ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി മൗനം തുടരുന്നതിൽ ദുരൂഹതയുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാർക്കെതിരായ നടപടി സസ്പെൻഷനിൽ ഒതുക്കാമെന്ന് മുഖ്യമന്ത്രിയും സർക്കാരും കരുതരുത്. ക്രിമിനലുകളെ സർവീസിൽ നിന്ന് പുറത്താക്കുന്നതുവരെ കോൺഗ്രസും UDFും സമരം തുടരും. ക്രിമിനലുകൾക്ക് സംരക്ഷണം നൽകിയ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും അന്വേഷണം നടത്തി നിയമ നടപടി സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. കൊല്ലത്ത് പോലീസിനെതിരെയുള്ള യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിൽ സംഘർഷം. കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ പോലീസുകാരെ സർവീസിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാരൻ സന്ദീപിന്റെ ചവറ തെക്കും ഭാഗത്തെ വീട്ടിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയ പ്രവർത്തകരെ വീടിന് മുന്നിൽ ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർ പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ബാരിക്കേഡ് ചാടിക്കടന്ന വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ റോഡിൽ കിടന്ന് പ്രതിഷേധിച്ചു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. പ്രതിഷേധ സമരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കി ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതിഷേധം ശക്തമാക്കി യൂത്ത് കോൺഗ്രസ്. സെക്രട്ടേറിയറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. മാർച്ച് പോലീസ് ബാരിക്കേഡുകൾ വെച്ച് തടഞ്ഞതോടെ പ്രവർത്തകർ ബാരിക്കേഡ് ചാടിക്കടക്കാൻ ശ്രമിച്ചു. തുടർന്ന് പോലീസ് 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. സെക്രട്ടേറിയറ്റ് ഗേറ്റ് ചാടിക്കടക്കാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ശ്രമിച്ചതോടെ പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി. പിന്നീട് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. മുഖ്യമന്ത്രി പോലീസിന്റെ അതിക്രമങ്ങളെ ന്യായീകരിക്കുന്നുവെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. പാർട്ടി പോലീസിനെ വരുതിയിൽ നിർത്താൻ ആഗ്രഹിക്കുന്നു. വരുതിയിൽ വരാത്തവരെ ആക്രമിക്കുകയാണ് കമ്മ്യൂണിസ്റ്റുകാർ. CPM അജ്ഞാനുവർത്തികൾ അല്ലാത്ത പോലീസുകാർക്ക് രക്ഷയില്ല എന്നും സണ്ണി ജോസഫ് പറഞ്ഞു. ഞങ്ങൾ പലപ്പോഴായിട്ട് ഉയർത്തിയ വിഷയം തന്നെയാണ് നിയമസഭയ്ക്കകത്തും പുറത്തും. മുഖ്യമന്ത്രി പോലീസിൻ്റെ അതിക്രമങ്ങളെ ന്യായീകരിക്കുകയാണ്. പാർട്ടി പോലീസിനെ പൂർണ്ണമായിട്ടും വരുതിയിൽ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. വരുതിയിൽ ആരെങ്കിലും നിൽക്കുന്നില്ല, നിയമപരമായിട്ട് ആരെങ്കിലും പ്രവർത്തിക്കുന്നുവെങ്കിൽ അവരെ ആക്രമിക്കുകയാണ് മാർക്സിസ്റ്റുകാർ. അത് നമ്മൾ തലശ്ശേരിയിലെ ക്ഷേത്രോത്സവത്തിൻ്റെ സ്ഥലത്ത് കണ്ടു. CPM ആജ്ഞാനുവർത്തികളല്ലാത്ത പോലീസുകാർക്ക് രക്ഷയില്ല. ആജ്ഞാനുവർത്തികളായി നിൽക്കുന്ന പോലീസുകാർ എത്ര നിയമലംഘനം നടത്തിയാലും അവരെ സംരക്ഷിക്കുന്നു. പൗരന്മാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട പോലീസ് അത് കവർന്നെടുക്കുന്ന ചിത്രമാണ് കേരളത്തിൽ കാണുന്നത്. കസ്റ്റഡി മർദ്ദനത്തിൽ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി V ശിവൻകുട്ടി. സേനയിൽ നിലനിർത്താൻ യോഗ്യതയില്ലാത്ത ചിലരുണ്ട്. അവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞു. അങ്ങനെ ചില നമുക്ക് ഗവൺമെന്റിനും സമൂഹത്തിനും ദോഷപ്പേരുണ്ടാക്കുകയും ഈ സേനയിൽ തന്നെ നിലനിർത്തുവാൻ യോഗ്യതയില്ലാത്ത ചില ഓഫീസർമാരുണ്ട്. അവരെല്ലാം കൈകാര്യം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. പരാതി ഉണ്ടെങ്കിൽ ഇപ്പോൾ നടപടി സ്വീകരിച്ചല്ലോ. നടപടി പ്രാഥമികമായി സ്വീകരിക്കുന്നു. കൂടുതൽ പരാതികളുണ്ടെങ്കിൽ കർശനമായി നടപടി സ്വീകരിക്കും. ഈ കേസ് മാത്രമല്ല, എല്ലാ കേസിലും നടപടി ഉണ്ടാവും. അങ്ങനെയൊന്നും പോലീസ് സ്റ്റേഷൻ പ്രതികളെ വിളിച്ചുകൊണ്ടൊന്നും മർദ്ദിക്കാനും ശിക്ഷിക്കാനുള്ള അവകാശമില്ല. കോടതിക്കാണ് ശിക്ഷിക്കാനുള്ള അവകാശമുള്ളത്. ഏതെങ്കിലും പോലീസുകാരൻ ഏതെങ്കിലും പ്രതിയെ വിളിച്ചുകൊണ്ടൊന്ന് ഈ രൂപത്തിൽ മർദ്ദനം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നയമല്ല. നേപ്പാളിൽ രാജ്യസുരക്ഷയുടെ പേരിൽ സോഷ്യൽ മീഡിയ കൂട്ടത്തോടെ നിരോധിച്ചതിൽ വൻ സംഘർഷം. നേപ്പാളിലുണ്ടായ ജൻസി പ്രക്ഷോഭത്തിൽ 19 പേർ മരിച്ചു. സംഘർഷത്തിൽ 100ഓളം പേർക്ക് പരിക്കേറ്റു. ലക്ഷക്കണക്കിന് യുവതിയുവാക്കളാണ് പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയത്. അതേസമയം സംഘർഷത്തെ തുടർന്ന് ആഭ്യന്തരമന്ത്രി രാജിവെച്ചു. കാഠ്മണ്ഡുവിലടക്കം പ്രധാന നഗരങ്ങളിൽ ജനജീവിതം സ്തംഭിച്ചു. അഴിമതിയും ദുർഭരണവും മൂടിവെക്കാനാണ് സോഷ്യൽ മീഡിയ നിരോധനമെന്ന് ചെറുപ്പക്കാർ പറയുന്നു. പലയിടത്തും ലാത്തിചാർജും വെടിവെപ്പുമുണ്ടായി. അതേസമയം സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ നേപ്പാളിൽ അടിയന്തര യോഗം വിളിച്ചു. യുവാക്കളുടെ പ്രക്ഷോഭം നേരിടാൻ പട്ടാളത്തെ ഇറക്കാനുള്ള തീരുമാനത്തിലാണ് നേപ്പാൾ സർക്കാർ. പ്രധാന നഗരങ്ങളിൽ സൈന്യത്തെ ഇറക്കിയിട്ടുണ്ട്. അതിനിടെ പാർലമെന്റ് മന്ദിരത്തിലേക്കും കടക്കാൻ സമരക്കാർ ശ്രമിച്ചു. സ്ഥിതി ഇപ്പോഴും സംഘർഷഭരിതമായി തുടരുകയാണ്. നിലവിൽ കാഠ്മണ്ഡുവിൽ തുടങ്ങിയ പ്രക്ഷോഭം കൂടുതൽ നഗരങ്ങളിലേക്ക് വ്യാപിക്കുകയാണ്. അഴിമതിയും ദുർഭരണവും മൂടിവെക്കാനാണ് സോഷ്യൽ മീഡിയ നിരോധനമെന്നാണ് ചെറുപ്പക്കാർ പറയുന്നത്. 18നും 30നും ഇടയിൽ പ്രായമുള്ള യുവാക്കളാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. പ്രതിഷേധക്കാരെ തടയാൻ പോലീസ് കണ്ണീർവാതക ഷെല്ലുകളും ജലപീരങ്കിയും പ്രയോഗിച്ചു. തുടക്കത്തിൽ സമാധാനപരമായിരുന്ന പ്രകടനങ്ങൾ അക്രമാസക്തമായ ഏറ്റുമുട്ടലുകളിലേക്ക് മാറിയതിനെ തുടർന്ന് ബാനേശ്വർ, ലൈൻചൌർ തുടങ്ങിയ തന്ത്രപ്രധാനമായ പ്രദേശങ്ങളിൽ സർക്കാർ കർഫ്യൂ ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാജ്യത്ത് രജിസ്റ്റർ ചെയ്യാത്ത 26 സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം രജിസ്റ്റർ ചെയ്യാൻ 7 ദിവസത്തെ സമയം അനുവദിച്ചെങ്കിലും
ലഭിച്ചെങ്കിലും കമ്പനികൾ അത് പ്രയോജനപ്പെടുത്തിയില്ലെന്ന് കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം പറഞ്ഞു. ഇതിന് പിന്നാലെയാണ് നിരോധനം നിലവിൽ വന്നത്. യുവാക്കളുടെ പ്രക്ഷോഭം നേരിടാൻ പട്ടാളത്തെ ഇറക്കിയിരിക്കുകയാണ് നേപ്പാൾ സർക്കാർ. പ്രധാന നഗരങ്ങളിൽ സൈന്യത്തെ ഇറക്കിയിട്ടുണ്ട്. സമരക്കാരെ പട്ടാളം നേരിടുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ജെറുസലേമിലെ ബസ് സ്റ്റേഷനിൽ നടന്ന വെടിവയ്പിൽ 6 പേർ കൊല്ലപ്പെട്ടു. റാമോട്ട് ജംഗ്ഷനിൽ ബസ് കാത്തുനിന്ന ആളുകൾക്ക് നേരെ അജ്ഞാതരായ അക്രമികൾ വെടിയുതിർക്കുകയായിരുന്നു. 15 പേർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ട്. 2 പ്രതികളെ ഇസ്രായേൽ പോലീസ് വെടിവെച്ചു കൊന്നതായും റിപ്പോർട്ടുണ്ട്. ആക്രമണം നടത്താൻ ഒരു വാഹനത്തിൽ 2 അക്രമികൾ റാമോട്ട് ജംഗ്ഷനിലെത്തിയതായി ഇസ്രായേൽ പോലീസ് അറിയിച്ചു. എല്ലാ അധ്യാപകർക്കും യോഗ്യതാ പരിശോധന വേണമെന്ന സുപ്രീംകോടതി വിധിക്കെതിരെ പുനഃപരിശോധനാ ഹർജി നൽകാൻ ഒരുങ്ങി സർക്കാർ. അധ്യാപകരെ സംരക്ഷിക്കാൻ കേന്ദ്രം നിയമനിർമ്മാണം നടത്തണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി ആവശ്യപ്പെട്ടു. വിധി കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ 1 മുതൽ 8ാം ക്ലാസ് വരെ പഠിപ്പിക്കാൻ നിലവിൽ സർവീസിലുള്ള അധ്യാപകരും അധ്യാപക യോഗ്യതാ പരീക്ഷ പാസ്സാകണമെന്ന് സുപ്രീം കോടതി വിധിച്ചിരുന്നു. ജോലിയിൽ തുടരാനും സ്ഥാനക്കയറ്റത്തിനും പരീക്ഷ നിർബന്ധമായും പാസ്സായിരിക്കണമെന്ന മഹാരാഷ്ട്ര, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ അധ്യാപകർ നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസുമാരായ ദീപാങ്കർ ദത്ത, അഗസ്റ്റിൻ ജോർജ് എന്നിവരുടെ ബെഞ്ച് ഉത്തരവിട്ടത്. 5 വർഷത്തിലേറെ സർവീസ് ബാക്കിയുള്ള സ്കൂൾ അധ്യാപകർക്ക് യോഗ്യതാ പരീക്ഷയായ ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് നിർബന്ധമാക്കിയ സുപ്രീം കോടതി വിധിയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുനഃപരിശോധനാ ഹർജി നൽകുകയോ കൂടുതൽ വ്യക്തത തേടി സുപ്രീം കോടതിയെ സമീപിക്കുകയോ ചെയ്യുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി. ടെറ്റ് യോഗ്യത നേടാത്തവർ അധ്യാപക ജോലി അവസാനിപ്പിക്കണമെന്നാണ് സുപ്രീം കോടതി വിധിയിൽ പ്രതിപാദിക്കുന്നതെന്നും കേന്ദ്ര സർക്കാർ നിയമനിർമ്മാണം നടത്തണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. ഒരു തൊഴിൽ മേഖലയിലെ യോഗ്യത മാറ്റം വരുത്തുമ്പോൾ നിയമം വരുന്നതിന് മുമ്പുള്ളവർക്ക് സംരക്ഷണം നൽകുക എന്ന കീഴ്വഴക്കം പതിവുള്ളതാണ്. ഇന്ത്യയിലൊട്ടാകെ ഈ വിധി ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. കേരളത്തിലെ ഭൂരിഭാഗം അധ്യാപകരെയും ഇത് ദോഷകരമായി ബാധിക്കും. എന്തായാലും നിലവിലെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധിക്കെതിരെ പുനഃപരിശോധനാ ഹർജിയോ വ്യക്തത തേടിക്കൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ വീണ്ടും സമീപിക്കുകയോ ചെയ്യാനാണ് ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുള്ളത്. 5 വർഷം മാത്രം ബാക്കിയുള്ളവർക്ക് ഇളവ് നൽകിയിരുന്നു. ഭരണഘടന പ്രകാരം വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ രൂപം കൊടുക്കുന്ന നിയമങ്ങൾക്കാണ് മേൽക്കൈയുള്ളത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സുപ്രീംകോടതി വിധിയെക്കുറിച്ചുള്ള അധ്യാപകരുടെ ആശങ്ക അകറ്റുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉറപ്പ് നൽകിയെന്ന് രാജ്യസഭാ എം പി സി സദാനന്ദൻ. വിഷയം അനുഭാവപൂർവ്വം വിലയിരുത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ഉറപ്പ് നൽകിയതായി മന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം അറിയിച്ചു. സുപ്രീംകോടതിയുടെ വിധിയുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ഇടപെടൽ ആവശ്യപ്പെട്ട് സി സദാനന്ദൻ എം പി ധർമ്മേന്ദ്ര പ്രധാന് നിവേദനം സമർപ്പിച്ചപ്പോഴാണ് അദ്ദേഹം മറുപടി നൽകിയത്. ക്രിമിനൽ കേസുകളിൽ നേരിട്ട് മുൻകൂർ ജാമ്യം നൽകുന്ന കേരള ഹൈക്കോടതിയുടെ നടപടിയിൽ അതൃപ്തി രേഖപ്പെടുത്തി സുപ്രീംകോടതി. സെഷൻസ് കോടതിയെ മറികടന്ന് ഹൈക്കോടതി നേരിട്ട് ജാമ്യം നൽകുന്നുവെന്ന് സുപ്രീംകോടതി വിമർശിച്ചു. വിഷയത്തിൽ ഹൈക്കോടതി രജിസ്ട്രാർ ജനറലിന് നോട്ടീസ് അയച്ചു. നിയമവശങ്ങൾ പരിശോധിക്കാനായി കോടതിയെ സഹായിക്കാൻ അമിക്കസ് ക്യൂറിയെ നിയമിച്ചു. പോക്സോ കേസിൽ ഉൾപ്പെട്ടവരുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സമയത്താണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് കേരള ഹൈക്കോടതിക്കെതിരെ വിമർശനമുയർന്നത്. സെഷൻസ് കോടതിയെ മറികടന്ന പല കേസുകളിലും ഹൈക്കോടതി നേരിട്ട് മുൻകൂർ ജാമ്യം നൽകുന്നുവെന്ന് കോടതി വ്യക്തമാക്കി. രാജ്യത്ത് മറ്റൊരു ഹൈക്കോടതിയിലും സമാനമായ സാഹചര്യമില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞു. പ്രതികൾ മുൻകൂർ ജാമ്യത്തിനായി ആദ്യം സമീപിക്കേണ്ടത് സെഷൻസ് കോടതിയാണ്. എന്നാൽ കേരള ഹൈക്കോടതിയിൽ മാത്രം അതുണ്ടാകുന്നില്ല എന്ന് ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ ബെഞ്ച് വിമർശിച്ചു. ക്രിമിനൽ നടപടി ചട്ടപ്രകാരവും ഭാരതീയ ന്യായ സംഹിത പ്രകാരവും പാലിക്കേണ്ട നടപടിക്രമങ്ങൾ മുൻകൂർ ജാമ്യത്തിന്റെ കാര്യത്തിൽ സ്വീകരിക്കുന്നില്ല. മുൻകൂർ അപേക്ഷയുടെ കാര്യത്തിൽ പാലിക്കേണ്ട രീതി ഹർജിയുമായി സെഷൻസ് കോടതിയിലേക്ക് പോകുക എന്നുള്ളതാണ്. സെഷൻസ് കോടതി നിരാകരിച്ചാൽ മാത്രമാണ് ഹൈക്കോടതിയിലേക്ക് എത്തേണ്ടത്. എന്നാൽ കേരളത്തിലെ കേസുകളിൽ നേരിട്ട് ജാമ്യഹർജി എത്തുന്നത് ഹൈക്കോടതിയിലേക്കാണ്. കീഴ്ക്കോടതികളെ മറികടന്ന് ഹൈക്കോടതി അക്കാര്യത്തിൽ തീരുമാനമെടുക്കുകയും ചെയ്യുന്നുണ്ട്. അത് അംഗീകരിക്കാനാകില്ല എന്ന് വ്യക്തമാക്കിയ കോടതി നിയമവശങ്ങൾ പരിശോധിക്കാൻ തീരുമാനിച്ചു. വിഷയത്തിൽ കേരള ഹൈക്കോടതി രജിസ്ട്രാർ ജനറൽ നോട്ടീസ് അയച്ച സുപ്രീം കോടതി സഹായിക്കാൻ അമിക്കസ് ക്യൂറിയെയും നിയോഗിച്ചു. മുതിർന്ന അഭിഭാഷകൻ സിദ്ധാർത്ഥ് ലൂഥ്രയാണ് അമിക്കസ് ക്യൂറി. വിഷയം ഒക്ടോബർ 14 സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കും. അമൃത ന്യൂസ്, ന്യൂഡൽഹി.
അവയവം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകുന്നവർക്ക് സർക്കാർ നൽകുന്ന സൗജന്യ മരുന്ന് വിതരണത്തിൽ പാളിച്ചകൾ സംഭവിക്കുന്നതായി പരാതി. ആരോഗ്യവകുപ്പിൽ നിന്നും ആവശ്യമായ പിന്തുണ തങ്ങൾക്ക് ലഭിക്കുന്നില്ലെന്നാണ് ശസ്ത്രക്രിയയ്ക്ക് വിധേയരായവർ തന്നെ പറയുന്നത്. സാമ്പത്തിക പരിധിയില്ലാതെ മരുന്നും മറ്റ് ആനുകൂല്യങ്ങളും നൽകണമെന്നാണ് സംഘടനയായ ഓർഗൻ ഫൗണ്ടേഷൻ ഓഫ് കേരളയുടെ ആവശ്യം. ടോപ് 10 സ്പെഷ്യൽ കാണാം. കഴിഞ്ഞ 13 വർഷമായി സംസ്ഥാനത്ത് അവയവമാറ്റ ശസ്ത്രക്രിയകൾ തുടരുന്നുണ്ട്. 389 മരണാനന്തര അവയവദാനമാണ് ഇതുവരെ സംസ്ഥാനത്തു നടന്നത്. ഇതിൽ 1120 ഗുണഭോക്താക്കളുമുണ്ട്. ഇതുകൂടാതെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയകളും വ്യാപകമായി തുടരുന്നുണ്ട്. അവയവങ്ങൾ ദാനം ചെയ്തവർക്കും സ്വീകരിച്ചവർക്കും സർക്കാർ നൽകുന്ന സൗജന്യ മരുന്നിന്റെ വിതരണത്തിലാണ് ഗുണഭോക്താക്കൾ പാളിച്ചകൾ ആരോപിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് വഴിയും നഗരസഭ വഴിയും നടന്നുവന്ന സൗജന്യ മരുന്നുകളുടെ വിതരണത്തിൽ ഇപ്പോൾ ആരോഗ്യവകുപ്പിന്റെ പിന്തുണ ലഭിക്കുന്നില്ലെന്നാണ് ഇവർ പറയുന്നത്. സർക്കാരിൻ്റെ വകുപ്പുകൾ തന്നെയാണ്. ആരോഗ്യ വകുപ്പിൽ നിന്ന് നമുക്ക് വേണ്ടതായ മതിയായ ഉള്ള സപ്പോർട്ട് കിട്ടുന്നില്ല. അവിടെ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ആ സർട്ടിഫിക്കറ്റിന് വേണ്ടി 2-3 ദിവസം കയറി ഇറങ്ങിയിരുന്നാലും ആ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടുന്നില്ല. സഹായം ചെയ്യേണ്ടവർ നമുക്ക് അവർ നമ്മൾ മുമ്പ് കണ്ണടക്കുകയാണ്, അല്ലെങ്കിൽ അവർക്കെന്തോ വേറെ രീതിയിൽ ലഭ്യമാക്കുന്നു അവരുടെ ഇതുകൊണ്ടെന്നുള്ള, അല്ലെങ്കിൽ തരുന്നതിന് അവർക്ക് താല്പര്യമില്ല എന്നുള്ളതാണ്. ആയിരക്കണക്കിന് രൂപയാണ് അവയവമാറ്റം നടത്തിയവർ ഒരു മാസം മരുന്നിന് മാത്രമായി ചെലവഴിക്കുന്നത്. അതിനാൽ തന്നെ തങ്ങൾക്ക് ജോലിയിലും പഠനത്തിലും ഉൾപ്പെടെ വിവിധ മേഖലകളിൽ സംവരണം ഏർപ്പെടുത്തണമെന്ന് അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായവരുടെയും അവയവം ദാനം ചെയ്തവരുടെയും സംഘടനയായ ഓർഗൻ ഫൗണ്ടേഷൻ ഓഫ് കേരള ആവശ്യപ്പെടുന്നു. ഈ ആവശ്യങ്ങൾ മുൻനിർത്തി സർക്കാരിനെ നേരിൽ സമീപിക്കാനാണ് ഇവരുടെ തീരുമാനം. അതേസമയം മുൻകാലങ്ങളിൽ തുടർന്നു വന്നതുപോലെ മരുന്നുകൾ വീടുകളിലെത്തിക്കുന്നത് പുനഃസ്ഥാപിക്കണമെന്നും ഇവർ പറയുന്നു. ദുർബല വിഭാഗക്കാരായ തങ്ങളുടെ ആവശ്യം സർക്കാർ പരിഗണിക്കുമെന്ന തികഞ്ഞ പ്രതീക്ഷയിലാണ് ഓർഗൻ ഫൗണ്ടേഷൻ ഓഫ് കേരള. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അവയവമാറ്റ ശസ്ത്രക്രിയകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം അവയവമാറ്റത്തിന് വിധേയരാകുന്നവരുടെയും അവയവങ്ങൾ ദാനം ചെയ്യുന്നവരുടെയും സംരക്ഷണത്തിനു കൂടി സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പാക്കണമെന്ന് ഓർഗൻ ഫൗണ്ടേഷൻ ഓഫ് കേരള ആവശ്യപ്പെടുകയാണ്. തങ്ങൾ അഭിമുഖീകരിക്കുന്ന വിവിധ പ്രശ്നങ്ങളും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. ചില പ്രതികരണങ്ങൾ കാണാം. കോർപ്പറേഷൻ 1 ലക്ഷം രൂപ വാർഷിക വരുമാനം, ജില്ലാ പഞ്ചായത്ത് 3 ലക്ഷം രൂപ വാർഷിക വരുമാനമാണ് പറയുന്നത്. ഒരു മാസം 15,000 മുതൽ 25,000 രൂപ വരെ ഈ മരുന്ന് ചെലവിന് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ ഒരാളിന് ചിലവാകും. അവർക്ക് വരുമാന പരിധി ഇല്ലാതെ തന്നെ ഇതൊരു ഡിസർവിങ് കമ്മ്യൂണിറ്റിയാണ് എന്ന് ഒരു പരിഗണിക്കണമെന്നാണ്. ഇത്തരത്തിൽ ഓർഗൻ ഡൊണേറ്റ് ചെയ്യുന്നവർ, ഓർഗൻ റിസീവ് ചെയ്യുന്നവർക്ക് തുടർന്നുള്ള കാലങ്ങളിൽ പഠന മേഖലയാണ് കുട്ടികൾക്കാണെങ്കിൽ അവർക്കൊരു ഗ്രേസ് മാർക്ക്, അതുപോലെ ജോലിക്കാണെങ്കിൽ അവർക്കൊരു ഗ്രേസ് മാർഗോ മറ്റൊരു പരിഗണന റിസർവേഷൻ എന്തെങ്കിലും കൊടുത്താൽ തീർച്ചയായിട്ടും ഈ ഓർഗൻ ഡൊണേഷൻ ആളുകൾ മുമ്പോട്ട് വരും. പ്രോത്സാഹിപ്പിക്കേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെ പല സംസ്ഥാനങ്ങളിലും അവരത് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ സംസ്ഥാനത്തിൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് പുനഃപരിശോധിക്കേണ്ടത് ആവശ്യമാണ്. പാവപ്പെട്ടവർക്കാണ് പെൻഷൻ പദ്ധതി ഏർപ്പെടുത്താം. അവർക്ക് പലവർക്കും അത് കിട്ടുന്നില്ല എന്നാണ് അറിവുള്ളത്. അവർക്ക് യഥാർത്ഥത്തിൽ എന്തെങ്കിലും ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ പോലും അവർക്ക് ഈ സർജറിക്കോ അല്ലെങ്കിൽ അതുമായി ടെസ്റ്റോ കിട്ടത്തില്ല. അപ്പം സർക്കാർ അങ്ങനെയുള്ള ഒരു പദ്ധതി കൂടി ഈ പാവങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമായിരിക്കും. അപ്പോൾ 2015 എൻ്റെ ലിവറിൻ്റെ പകുതി ഞാൻ കൊടുത്തു. അത് കഴിഞ്ഞ് 2018 2 കിഡ്നി നഷ്ടപ്പെട്ടു. ഞാനൊരു കിഡ്നി കൂടെ സഹോദരന് കൊടുത്തു. അത് 4 വർഷം വരെ ജീവിച്ചു. പിന്നീടായപ്പോൾ ഡയാലിസിസ് ചെയ്ത് 1.5 വർഷമായി മരണപ്പെട്ട്. എനിക്ക് ആവശ്യമെന്ന് പറയുന്നത് എനിക്കൊരു പെൻഷനെങ്കിലും എനിക്ക് തന്ന് എന്നെ ഒന്ന് സഹായിക്കണം എന്നുള്ളൊരു ഇതുണ്ട്. അപ്പോൾ എനിക്കിനി മുന്നോട്ടുള്ള ജീവിതത്തിൽ എനിക്ക് മക്കളില്ല. മക്കളൊന്നും എനിക്ക് തരാനായിട്ട് വേറെ ആരുമില്ല. സഹോദരൻ ഉണ്ടായിരുന്നു, സഹോദരൻ നഷ്ടപ്പെട്ട്. ഇപ്പം അന്വേഷിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുമില്ല. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ രജിത്ത് നൽകും. രജിത്ത്, അവരുടെ ആ ഒരു ആശങ്ക, അതായത് അവയവം ദാനം കൊടുക്കുകയോ അല്ലെങ്കിൽ അവയവം സ്വീകരിക്കുകയോ ഒക്കെ ചെയ്തിട്ട് പിന്നെ അനുഭവിക്കുന്ന ഒരു ദുരിതത്തിൻ്റെ ആഴം നമുക്ക് ഈ വാർത്തയിൽ നിന്ന് മനസ്സിലാകുന്നു. സർക്കാരിന് ഇതുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും. സർക്കാർ അത്തരത്തിലൊരു കാര്യങ്ങൾ ചെയ്യും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാനാവുമോ? വിവരങ്ങൾ. ഓർഗൻ ഫൗണ്ടേഷൻ ഓഫ് കേരളയാണ് ഇപ്പോൾ ഈ അവയവം മാറ്റിവെക്കുന്ന ആളുകളുടെയും അതുപോലെ തന്നെ അവയവം നൽകുന്ന ആളുകളുടെയും ബുദ്ധിമുട്ടുകൾ കൂടുതലായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രംഗത്തേക്ക് എത്തിയിരിക്കുന്നത്. സർക്കാർ തലത്തിൽ നൽകുന്ന സഹായം അത് വേണ്ട രീതിയിൽ അവരിലേക്ക് എത്തുന്നില്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത്. വളരെ ബുദ്ധിമുട്ട് തങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. വളരെ ചുരുക്കം തിരുവനന്തപുരം ജില്ലയിൽ മാത്രമാണ് ഇപ്പോൾ ആ സഹായം എത്തുന്നത്, ഒതുങ്ങി നിൽക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് വഴിയോ ഇല്ലെങ്കിൽ നഗരസഭ വഴിയോ നേരിട്ട് അവരുടെ വീടുകളിൽ എത്തിച്ചിരുന്ന സഹായം പോലും ഇപ്പോൾ അവർ നേരിട്ടെത്തി പേപ്പറുകൾ തയ്യാറാക്കി കൈമാറിയെങ്കിൽ മാത്രമേ
അവർക്ക് അനുവദിച്ച് നൽകുന്നുള്ളൂ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുതന്നെ ഈ രോഗികൾ നേരിട്ടെത്തേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. അതാണ് അവർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. തങ്ങൾ ഈ ചികിത്സയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഓപ്പറേഷനൊക്കെ ശേഷം അവിടേക്ക് എത്തി വീണ്ടും ഇത്തരത്തിൽ സമ്മതപത്രമൊക്കെ എഴുതി കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നാണ് അവർ പ്രധാനമായും ഒന്ന് ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം തന്നെ ഈ രീതിയിൽ തന്നെ ഓർഗൻ മാറ്റിവെച്ചിട്ടുള്ള ആളുകളുണ്ട്. അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംവരണം ഏർപ്പെടുത്തണമെന്ന ആവശ്യം പ്രധാനമായി അവർ മുന്നോട്ട് വെക്കുന്നു. വളരെ കുറച്ച് മാത്രം ആളുകളാണ് ഇത്തരം ഓർഗൻ മാറ്റിവെക്കുകയോ അല്ലെങ്കിൽ ഓർഗൻ നൽകുകയോ ചെയ്തിരിക്കുന്നത്. അവർക്ക് വേണ്ട രീതിയിലുള്ള സഹായം എന്ന രീതിയിൽ അവർക്ക് എല്ലാ കാര്യങ്ങളിലും ഒരു സംവരണം ഏർപ്പെടുത്തണം എന്ന ആവശ്യം കൂടി ഇവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. മറ്റൊന്ന് ഇവർ പ്രധാനമായും പറയുന്നത് ഈ ഓർഗൻ ഇപ്പോൾ ലഭിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. ഏകദേശം അത് സർക്കാർ കണക്കുകൾ പ്രകാരം തന്നെയാണെങ്കിൽ 1000-ലധികം ആളുകൾ ഇപ്പോഴും ഓർഗൻ ലഭിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകളുണ്ട്. അത്തരമുള്ള ആളുകൾക്ക് ഓർഗൻ ലഭിക്കുന്നതിന് വേണ്ട സഹായം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അതിന് കൂടുതലായിട്ട് ആളുകളെ ബോധവൽക്കരിക്കണമെന്ന ആവശ്യം കൂടിയാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. ഇത്തരം ആവശ്യങ്ങൾ പലപ്പോഴായി സർക്കാർ തലത്തിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിലും വേണ്ട രീതിയിലുള്ളൊരു നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നില്ല എന്ന കാര്യം അവർ മുന്നോട്ട് വെക്കുന്നു. അതിനുവേണ്ടി സർക്കാർ തലത്തിൽ അല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവരെ കാണാനുള്ള തയ്യാറെടുപ്പ് കൂടിയാണ് ഈ ഓർഗൻ ഫൗണ്ടേഷൻ ഓഫ് കേരള ഉള്ളത്. മറ്റൊരു കേസ് ഓട്ടോ വഴി സർക്കാരിൻ്റെ പദ്ധതി പ്രകാരം ഇവ നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്ന് നേരത്തെ തന്നെ മന്ത്രി അറിയിച്ചിരുന്നുവെങ്കിൽ തന്നെയും അവ താമസിക്കുകയാണ് എന്നാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. ഒപ്പം തന്നെ ഈ ബുദ്ധിമുട്ട് എത്രയും വേഗം പരിഹരിക്കണം. ഈ ഓഫീസുകൾ കയറി ഇറങ്ങുന്ന ഈ രോഗം വന്ന അല്ലെങ്കിൽ ഓപ്പറേഷന് ശേഷമുള്ള ആളുകൾ ഓഫീസുകൾ കയറി ഇറങ്ങുന്ന ഒരു ബുദ്ധിമുട്ട് എത്രയും വേഗം പരിഹരിക്കാൻ കൂടി സർക്കാർ തയ്യാറാകണമെന്ന ആവശ്യമാണ് ഇവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരും ദിവസങ്ങളിൽ വീണ്ടും മന്ത്രിയെ ഉൾപ്പെടെ കാണുന്നതിനുള്ള തയ്യാറെടുപ്പിൽ കൂടിയാണ് ഇവർ. ശരി, രജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്. അവർക്ക് ആവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിക്കും എന്ന് തന്നെ ടോപ് 10 പ്രതീക്ഷിക്കുകയാണ്. ആഘോഷങ്ങളിലെല്ലാം തനിമ നിലനിർത്തുന്ന തൃശൂരിൽ അരമണി കിലുക്കി, കുടവയർ കുലുക്കി, പുലിത്താളം ചവിട്ടി സാംസ്കാരിക നഗരത്തിന്റെ ഹൃദയം കീഴടക്കി പുലിക്കൂട്ടങ്ങൾ. ഓണാഘോഷത്തിന്റെ ഭാഗമായി തൃശൂർ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പുലികളി നാടും നഗരവും ഏറ്റെടുക്കുകയായിരുന്നു. 4:30 മുതൽ വെളിയന്നൂർ പുലികളി സംഘത്തിന് മന്ത്രിമാരും ജനപ്രതിനിധികളും ചേർന്ന് ഫ്ളാഗ് ഓഫ് നൽകിയതോടെ പുലികളിക്ക് ഔദ്യോഗിക തുടക്കമായി. തൃശൂർ പൂരത്തിന് ശേഷം പുലികളിക്കായി കാത്തിരുന്ന തൃശൂരുകാരുടെ ഇടയിലേക്ക് പുലിക്കൂട്ടങ്ങൾ 4:30 ചുവടുവെച്ച് വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ പ്രദക്ഷിണ വഴികളിലേക്കെത്തി. പുലിത്താളത്തിനൊപ്പം അരമണി കിലുക്കി, കുടവയർ കുലുക്കിയെത്തിയ പുലിക്കൂട്ടങ്ങളെ കണ്ട് പ്രദക്ഷിണ വഴികളിൽ നിറഞ്ഞു നിന്ന ജനസഞ്ചയം ആർപ്പുവിളികളോടെ ഓരോ സംഘങ്ങളെ വരവേറ്റു. വെളിയന്നൂർ ദേശം സംഘത്തിന് ഔദ്യോഗിക ഫ്ളാഗ് ഓഫ് നൽകിയതോടെ ആദ്യം നടുവിലാൽ ജംഗ്ഷനിലെത്തി ഗണപതിക്ക് കേരമുടച്ചത് ശങ്കരൻകുളങ്ങര ദേശമാണ്. സസ്പെൻസുകൾ നിറച്ച ടാബ്ലോകളും വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ പ്രദക്ഷിണ വഴികളിലേക്ക് ഓരോന്നായി എത്തി. പതിവിൽ നിന്നും വ്യത്യസ്തമായ വർണ്ണാഭമായ LED ടാബ്ലോകൾ കാണികളിൽ കാഴ്ചയുടെ വിസ്മയം പടർത്തി. പുരാണവും ചരിത്രവും പ്രളയവും അടങ്ങിയ ടാബ്ലോകൾ, മയക്കുമരുന്നിന്റെ ദൂഷ്യവശങ്ങൾ സൂചിപ്പിക്കുന്ന വ്യത്യസ്തമായ ടാബ്ലോകൾ ഓരോ പുലികളി സംഘങ്ങളും കളത്തിലിറക്കി. ഓണാഘോഷത്തിന് സമാപനം കുറിച്ചുകൊണ്ട് നടന്ന പുലികളിയിലേക്ക് ഒഴുകിയെത്തിയത് നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് ജനങ്ങളാണ്. തൃശൂർ പൂരത്തിന് സമാനമായി വീറും വാശിയോടെയും നടന്ന പുലികളിക്കും ഇതോടെ സമാപനമായി. അടുത്ത വർഷം കൂടുതൽ പുതുമകളോടെ എത്തുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ചാണ് ഓരോ പുലികളി സംഘങ്ങളും വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ പ്രദക്ഷിണ വഴികളിൽ നിന്നും പുലിമടകളിലേക്ക് മടങ്ങിയത്. അമൃത ന്യൂസ് തൃശൂർ. സംസ്ഥാന സർക്കാരിന്റെ ഓണാഘോഷ പരിപാടികൾക്ക് നാളെ സമാപനം. വൈകിട്ട് തിരുവനന്തപുരത്ത് നടക്കുന്ന സമാപന ഘോഷയാത്രയിൽ 60-ലധികം ഫ്ലോട്ടുകൾ ഉൾപ്പെടെ 1000-ലധികം കലാകാരന്മാർ പങ്കെടുക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഘോഷയാത്രയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കും. കഴിഞ്ഞ 6 ദിവസമായി വൻ ജനപങ്കാളിത്തമാണ് ആഘോഷ പരിപാടികൾക്കായി ഉള്ളത്. വൈകിട്ട് 4 മണിയോടെ വെള്ളയമ്പലം മാനവീയ വീതിയിൽ നിന്നാണ് ഓണാഘോഷത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയ്ക്ക് തുടക്കമാകുന്നത്.
ഘോഷയാത്രയുടെ വരവറിയിച്ച് 51 കലാകാരന്മാർ ശംഖനാദം മുഴക്കും. 1000-ലധികം കലാകാരന്മാർ അവതരിപ്പിക്കുന്ന സാംസ്കാരിക കലാരൂപങ്ങളുടെ അകമ്പടിയോടെ വിവിധ വകുപ്പുകൾ തയ്യാറാക്കുന്ന 60ഓളം പ്ലോട്ടുകൾ, പൂക്കാവടി, ബാൻഡ് മേളം, ശിങ്കാരിമേളം, മയൂരനൃത്തം തുടങ്ങിയവയും ഇന്ത്യൻ ആർമിയുടെ ബാൻഡ് സംഘവും ഘോഷയാത്രയ്ക്ക് മിഴിവേകും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഘോഷയാത്രയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കും. കിഴക്കേക്കോട്ടയിൽ സമാപിക്കുന്ന ആഘോഷ പരിപാടികൾ വിവിധയിടങ്ങളിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തികൾക്ക് വീക്ഷിക്കുന്നതിനായി പവലിയനുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. സമാപന ദിവസത്തിലേക്ക് എത്തുമ്പോഴും കനകക്കുന്നും നഗരത്തിലെ വിവിധ സ്ഥലങ്ങളും കേന്ദ്രീകരിച്ച് നടക്കുന്ന ആഘോഷ പരിപാടികൾ കാണാൻ വൻ ജനത്തിരക്കാണ്. ഓണവാരാഘോഷത്തിന്റെ സമാപന ആഘോഷങ്ങളുടെ ഭാഗമായി വാഹന നിയന്ത്രണവും കർശന സുരക്ഷാ ക്രമീകരണങ്ങളുമാണ് നഗരത്തിൽ ഒരുക്കുന്നത്. നാടും നഗരവും നിറഞ്ഞു നിന്ന ഒരാഘോഷത്തെ ഓണാഘോഷ പരിപാടികൾക്കാണ് നാളെ സമാപനമാകുന്നത്. സർക്കാരിന്റെ ഓണാഘോഷ പരിപാടികളുടെ സമാപന ഘോഷയാത്രയുടെ ഉദ്ഘാടനം ഗവർണർ നാളെ നിർവഹിക്കും. ക്യാമറമാൻ രാജേഷ് താവലൂരിനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. ബീഹാറിലെ വോട്ടർ പട്ടികയിൽ പേരു ചേർക്കാനുള്ള രേഖയായി ആധാർ കാർഡ് കൂടി പരിഗണിക്കാൻ സുപ്രീംകോടതി ഉത്തരവ്. 12ാമത്തെ രേഖയായി ആധാർ പരിഗണിക്കണമെന്ന് ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, ജോയ് മല്യ ബാങ്ചി എന്നിവരടങ്ങിയ ബെഞ്ച് നിർദ്ദേശിച്ചു. പൗരത്വത്തിനുള്ള രേഖ ആധാർ അല്ലെന്നും എന്നാൽ തിരിച്ചറിയൽ രേഖയായി ആധാറിനെ പരിഗണിക്കാമെന്നും കോടതി വ്യക്തമാക്കി. ബീഹാറിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ നൽകിയ ഹർജികളിന്മേലാണ് സുപ്രീംകോടതി ഇടക്കാല ഉത്തരവിറക്കിയത്. വോട്ടർ പട്ടികയിൽ പേരു ചേർക്കാൻ ആധാർ കൂടി രേഖയായി പരിഗണിക്കണമെന്ന് RJD ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യം സുപ്രീംകോടതി അംഗീകരിച്ചു. 12ാമത്തെ രേഖയായി ആധാർ പരിഗണിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീംകോടതി ഉത്തരവിട്ടു. ആധാർ നിയമത്തിലെ വ്യവസ്ഥ പ്രകാരം പൗരത്വത്തിനുള്ള തെളിവ് ആധാർ അല്ല. അതേസമയം ഒരാളുടെ വ്യക്തിത്വത്തെ തെളിയിക്കാൻ ആധാർ ഉപയോഗിക്കാവുന്നതാണെന്ന് ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, ജോയ് മല്യ ബാങ്ചി എന്നിവരടങ്ങിയ ബെഞ്ച് നിർദ്ദേശിച്ചു. പാസ്പോർട്ട് പോലെ ആധാറിനെ കാണാൻ കഴിയില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനു വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ രാകേഷ് ദ്വിവേദി പറഞ്ഞു. എന്നാൽ വ്യാജ പാസ്പോർട്ട് പോലെ വ്യാജ ആധാറൊക്കെ ഉണ്ടാക്കാം, അത് കണ്ടെത്തേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയാണെന്ന് സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി. അനധികൃത കുടിയേറ്റക്കാരായി നിരവധി പേർ ബീഹാറിലുണ്ടെന്നും അവരെ കണ്ടെത്തിയിട്ടുണ്ടെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ അറിയിച്ചു. അതുകൊണ്ടാണ് രേഖകൾ കർശനമാക്കിയതെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം. നിലവിൽ ജാതി സർട്ടിഫിക്കറ്റ്, കെട്ടിട സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട്, ജനന സർട്ടിഫിക്കറ്റ്, പൗരത്വ രേഖ എന്നിവ ഉൾപ്പെടെ 11 രേഖകളാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനായി ഹാജരാക്കേണ്ടത്. ഇതിനൊപ്പമാണ് ഇപ്പോൾ ആധാർ കൂടി അംഗീകരിച്ചത്. നിലവിൽ 65 ലക്ഷം പേരെ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയെന്ന് കേന്ദ്രം സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. 7.24 കോടി വോട്ടർമാരിൽ 99.5% പേരും രേഖകൾ സമർപ്പിച്ചതായി സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. കപിൽ സിബൽ ഉൾപ്പെടെയുള്ള മുതിർന്ന അഭിഭാഷകരുടെ വാദങ്ങൾ അംഗീകരിച്ച കോടതി നിലവിലെ ഉത്തരവ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുമെന്നും ഉത്തരവ് പാലിക്കാൻ താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പറഞ്ഞു. ഹർജികൾ ഈ മാസം 15-ന് വീണ്ടും പരിഗണിക്കും. അമൃത ന്യൂസ്, ന്യൂഡൽഹി. കാഫ നേഷൻസ് കപ്പിൽ ഇന്ത്യക്ക് ചരിത്ര നേട്ടം. 79ാം റാങ്കിലുള്ള ഒമാനെ ഷൂട്ടൌട്ടിൽ വീഴ്ത്തി ഇന്ത്യ വെങ്കലം സ്വന്തമാക്കി. ഫിഫ റാങ്കിങ്ങിൽ 133ാം സ്ഥാനത്താണ് ഇന്ത്യ. നിശ്ചിത സമയത്തും അധിക സമയത്തും ഇരു ടീമും ഓരോ ഗോൾ വീതം നേടി സമനില പാലിച്ചതോടെ മത്സരം ഷൂട്ടൌട്ടിലേക്ക് നീങ്ങുകയായിരുന്നു. ഷൂട്ടൌട്ടിൽ 2-3 ഗോളുകൾക്കായിരുന്നു ഇന്ത്യയുടെ ജയം. ഒമാന്റെ 5ാം കിക്കെടുത്ത ജമീൽ അൽ അഹമ്മദിയുടെ ഷോട്ട് തടുത്തിട്ട് ഗുർപ്രീത് സിംഗ് സിദ്ധുവാണ് ഇന്ത്യക്ക് ജയം സമ്മാനിച്ചത്. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നാളെ നടക്കും. മഹാരാഷ്ട്ര മുൻ ഗവർണർ CP രാധാകൃഷ്ണനാണ് NDA സ്ഥാനാർത്ഥി. സുപ്രീംകോടതി ജഡ്ജി ജസ്റ്റിസ് സുദർശൻ റെഡ്ഡിയാണ് പ്രതിപക്ഷ സ്ഥാനാർത്ഥി. രാവിലെ 10 മണി മുതൽ 5 മണി വരെയാണ് വോട്ടെടുപ്പ്. അതേസമയം BRS, BJD പാർട്ടികൾ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിച്ചു. 2 മുന്നണികളോടും സമദൂരം തുടരാനാണ് ഇരു പാർട്ടികളുടെയും തീരുമാനം. വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിവസമായ ജൂലൈ 21-നാണ് ഉപരാഷ്ട്രപതി സ്ഥാനത്തു നിന്ന് ജഗ്ദീപ് ധൻഖർ രാജിവെച്ചത്. ഉപരാഷ്ട്ര പദവി ഒഴിച്ചിട്ടാണ് ഒരു സമ്മേളനകാലം കഴിഞ്ഞുപോയത്. പിന്നാലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. മഹാരാഷ്ട്ര ഗവർണറായിരുന്ന CP രാധാകൃഷ്ണനാണ് NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് B സുദർശൻ റെഡ്ഡിയാണ് ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി. പരമാവധി പിന്തുണ ഇരു സ്ഥാനാർത്ഥികളും ഉറപ്പിച്ചിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ NDAയ്ക്കാണ് മേധാവിത്വമെങ്കിലും BJPക്കെതിരായ പോരാട്ടമായാണ് പ്രതിപക്ഷം തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. അതിനാൽ സർക്കാർ വിരുദ്ധ വോട്ടുകൾ പൂർണ്ണമായും രേഖപ്പെടുത്തുന്നതിലാണ് പ്രതിപക്ഷം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കേന്ദ്രമന്ത്രിമാരായ കിരൺ റിജിജു, റാം മോഹൻ നായിഡു, ശിവസേന MP ശ്രീകാന്ത് ഷിൻഡെ എന്നിവരാണ് NDAയുടെ ഇലക്ഷൻ ഏജന്റുമാർ. ഇരു സഭകളിലുമായി 782 അംഗങ്ങൾക്കാണ് വോട്ടവകാശം. NDAയ്ക്ക് 427-ഉം പ്രതിപക്ഷത്തിന് 355 അംഗങ്ങളുടെ പിന്തുണയാണുള്ളത്.
നടന്നിട്ടുള്ളത്. പാർലമെന്റ് മന്ദിരത്തിൽ രാവിലെ 10 മുതൽ വൈകുന്നേരം 5 വരെയാണ് വോട്ടെടുപ്പ്. രാജ്യസഭാ സെക്രട്ടറി ജനറൽ PC മോദിയാണ് റിട്ടേണിംഗ് ഓഫീസർ. വൈകിട്ട് 6-ന് വോട്ടെണ്ണൽ തുടങ്ങും. അപ്രതീക്ഷിത കോണുകളിൽ നിന്ന് പിന്തുണ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രതിപക്ഷ സ്ഥാനാർത്ഥി ജസ്റ്റിസ് B സുദർശൻ റെഡ്ഡി ഉള്ളത്. മോക്ക് പോളുകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. രണ്ട് സഖ്യത്തിന്റെയും ഭാഗമല്ലാത്ത BJDയും BRSും തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുന്നതായി അറിയിച്ചിട്ടുണ്ട്. 7 അംഗങ്ങളാണ് BJDക്കുള്ളത്, 4 അംഗങ്ങൾ BRSനുമുണ്ട്. രണ്ട് മുന്നണികളോടും സമദൂര സിദ്ധാന്തമാണ് മുന്നോട്ട് വെക്കുന്നതെന്ന് BJD വ്യക്തമാക്കി. അതേസമയം തെലങ്കാനയിലെ കർഷകർ നേരിടുന്ന യൂറിയാക്ഷാമം പരിഹരിക്കുന്നതിൽ കോൺഗ്രസും BJPയും പരാജയപ്പെട്ടതിൽ പ്രതിഷേധിച്ചാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കാൻ BRS തീരുമാനിച്ചത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവിയുടെ മുതിർന്ന സന്യാസി ശിഷ്യനും മഠം വൈസ് ചെയർമാനുമായ സ്വാമി അമൃതസ്വരൂപാനന്ദപുരിയുടെ അമേരിക്കൻ സന്ദർശനം പൂർത്തിയായി. ഓഗസ്റ്റ് 12-ന് നോർത്ത് കരോലിനയിലെ ഷാർലറ്റിൽ ആരംഭിച്ച പര്യടനം സെപ്റ്റംബർ 1-ന് കാലിഫോർണിയയിലെ ലോസ് ആഞ്ചലസിൽ സമാപിച്ചു. അനിശ്ചിതമായ കാലഘട്ടത്തെ അതിജീവിക്കൽ എന്ന വിഷയത്തിൽ US-ലെ 10 നഗരങ്ങളിൽ സ്വാമിജി നടത്തിയ പ്രഭാഷണങ്ങൾ ആയിരക്കണക്കിന് ശ്രോതാക്കൾക്ക് പ്രത്യാശയും ആശ്വാസവും പകർന്നു. അമേരിക്കയിലെ ഷാർലറ്റ്, ഒർലാൻഡോ, വാഷിംഗ്ടൺ DC, ന്യൂജേഴ്സി, ഓസ്റ്റിൻ, മിനിയാപോളിസ്, ഷിക്കാഗോ, ഡെൻവർ, സാൻഹോസെ, ലോസ് ആഞ്ചലസ് എന്നിവിടങ്ങളിലായിരുന്നു അമ്മയുടെ മുതിർന്ന സന്യാസി ശിഷ്യനും മഠം വൈസ് ചെയർമാനുമായ സ്വാമി അമൃതസ്വരൂപാനന്ദപുരിയുടെ 21 ദിവസം നീണ്ടുനിന്ന പര്യടനം. യുദ്ധവും സാമ്പത്തിക പ്രതിസന്ധിയും കാലാവസ്ഥാ വ്യതിയാനങ്ങളും വെല്ലുവിളികൾ നിറയ്ക്കുന്ന ഇന്നത്തെ ലോകത്ത് മനസമാധാനം നിലനിർത്താനുള്ള വഴികളെക്കുറിച്ചാണ് പ്രഭാഷണങ്ങളിൽ സ്വാമിജി സംസാരിച്ചത്. ജീവിതത്തിൽ നന്മയും തിന്മയും ധാർമ്മികവും അധാർമികവും സ്വീകാര്യമായതും അസ്വീകാര്യമായതും തമ്മിലുള്ള അതിർവരമ്പ് പലപ്പോഴും കാഴ്ചപ്പാടുകളുടെ ഒരു വിഷയമാണ്. ഒരാൾക്ക് നീതിയും ഉദാത്തവുമായി തോന്നുന്നത് മറ്റൊരാൾക്ക് തെറ്റായതോ അല്ലെങ്കിൽ നീതിരഹിതമായതോ ആയി തോന്നിയേക്കാം. ആത്യന്തികമായി സമാധാനം കണ്ടെത്താനാണ് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുമ്പോഴും നമ്മുടെ ധർമ്മവും കടമകളും നിർവഹിച്ചു വേണം നമ്മളെല്ലാം സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കേണ്ടതെന്നും പ്രയാസകരമായ ഒരു സാഹചര്യത്തെ അഭിമുഖീകരിക്കുമ്പോൾ പുണ്യമുള്ളവർ പോലും വലിയ തിന്മയേക്കാൾ ചെറിയ തിന്മയെ മാത്രമേ തിരഞ്ഞെടുക്കൂവെന്നും രാമായണത്തിലെ ശ്ലോകങ്ങൾ വിശദീകരിച്ച് സ്വാമിജി വ്യക്തമാക്കി. ഈശ്വരൻ അധികം സംസാരിക്കുന്നവനല്ല, മറിച്ച് നിശബ്ദമായി പ്രവർത്തിക്കുന്നവനാണെന്ന് ഓസ്ട്രീനിലെ പ്രഭാഷണത്തിൽ അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സഹജീവികളെ സഹായിക്കുന്നതിലൂടെ മനുഷ്യരാശിക്കും പ്രകൃതിക്കും നന്മയുണ്ടാകുന്നു എന്ന അമ്മയുടെ സന്ദേശം വിവിധ പരിപാടികളിലൂടെ നടത്തിയ പ്രഭാഷണങ്ങളിലൂടെ സ്വാമിജി അമേരിക്കൻ ജനതയുമായി പങ്കുവച്ചു. അമ്മ പറയാറുണ്ട്, സനാതന ധർമ്മം ഭാരതം ഉണർന്നാൽ ലോകം ഉണരും. സ്വാമിജിയുടെ വാക്കുകൾ ശ്രവിച്ചതിലൂടെ തങ്ങൾക്ക് ഭയത്തിൽ നിന്നും ധൈര്യത്തിലേക്കുള്ള മാറ്റം അനുഭവിക്കാൻ കഴിയുന്നതായി പ്രഭാഷണം കേട്ടവരെല്ലാം അഭിപ്രായപ്പെട്ടു. അമേരിക്കയിലെ ആശ്രമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന സ്വാമി ദയാമൃതാനന്ദപുരിയും ബ്രഹ്മചാരി രാമാനന്ദാമൃത ചൈതന്യയും പര്യടനത്തിലുടനീളം സ്വാമിജിയെ അനുഗമിച്ചു. കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്ക സംഘടിപ്പിച്ച പരിപാടിയിൽ മാതാ അമൃതാനന്ദമയി മഠത്തെ പ്രതിനിധീകരിച്ച് സ്വാമിജി പങ്കെടുത്തു. കൊളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ചിദാനന്ദപുരിയും മുൻ കേന്ദ്രമന്ത്രി മീനാക്ഷി ലേഖിയും ചടങ്ങിൽ സംബന്ധിച്ചു. നിസ്വാർത്ഥമായ സ്നേഹം പങ്കുവച്ച് മറ്റുള്ളവർക്ക് ആശ്വാസത്തിന്റെ വെളിച്ചം പകരുന്ന വിളക്കുകളായി മാറാൻ തയ്യാറാണെന്ന വിളംബരത്തോടെയാണ് സ്വാമിജിയുടെ അമേരിക്കൻ പര്യടനം പൂർത്തിയായത്. ന്യൂസ് ഡെസ്ക്, അമൃത TV. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച ഒരാൾ കൂടി മരിച്ചു. മലപ്പുറം വണ്ടൂർ തിരുവാലി സ്വദേശിനി M. ശോഭനയാണ് മരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. അമീബിക് മസ്തിഷ്ക ജ്വരം പടരാൻ കാരണമെന്ത്? രോഗികളുടെ എണ്ണം കൂടുമ്പോൾ എത്രത്തോളം ജാഗ്രത പുലർത്തണം? കോഴിക്കോട് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം മുൻ പ്രൊഫസർ T. ജയകൃഷ്ണൻ സംസാരിക്കുന്നു. നാളെ രാവിലെ 7 മണിക്ക് ഗുഡ് മോർണിംഗ് കേരളത്തിൽ. മലിനപ്പെട്ടിട്ടുണ്ട് കൂടുതലായിട്ട്. ഈ മരുന്ന് കൊടുത്താൽ തന്നെ മരണസാധ്യത വളരെ കൂടുതലുണ്ട്. കേരളത്തിൽ എന്തുകൊണ്ട് ഉണ്ടായെന്നുള്ള കൂടുതൽ വിശദമായിട്ടുള്ള പഠനങ്ങളും കൂടെ ആവശ്യമുണ്ട്. ആരോഗ്യവകുപ്പിന്റെ മാത്രം പ്രവർത്തനങ്ങൾ പോരാ. സിനിമയ്ക്കായി ഒന്നും ചെയ്യാത്ത സർക്കാരാണ് സംസ്ഥാനം ഭരിക്കുന്നതെന്ന് തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക്. ഫിലിം ചേംബറിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ ചേർന്ന സിനിമാ സൗഹൃദ കൂട്ടായ്മയിലാണ് ഫിയോക്കിന്റെ വിമർശനം. സിനിമയ്ക്കുള്ളിലെ പ്രശ്നങ്ങൾ സംഘടനകൾക്കുള്ളിൽ ചർച്ച ചെയ്യണമെന്ന് ഫിയോക് ചെയർമാൻ കൂടിയായ നടൻ ദിലീപ് പറഞ്ഞു.
മലയാള ചലച്ചിത്ര രംഗത്തെ സംഘടനകളിൽ പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതി അംഗങ്ങളെ ഉൾപ്പെടുത്തി സംഘടിപ്പിച്ച ഓണം സൗഹൃദ കൂട്ടായ്മ 2025 സംസാരിക്കവെയാണ് ഫിയോക് പ്രസിഡന്റിന്റെ വിമർശനം. സിനിമയ്ക്കായി ഒന്നും ചെയ്യാത്ത സർക്കാരാണ് സംസ്ഥാനം ഭരിക്കുന്നത്. സിനിമയെന്ന് കേട്ടാൽ പുറംതിരിഞ്ഞു നിൽക്കുന്ന മന്ത്രിയാണുള്ളതെന്നും ഫിയോക് പ്രസിഡന്റ് കെ വിജയകുമാർ പറഞ്ഞു. സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു മിനിസ്റ്റർ, ആ രീതിയിലാണ് ഇന്ന് ഈ ഇൻഡസ്ട്രി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അമിതമായ എന്റർടൈൻമെന്റ് ടാക്സ്, ഇപ്പൊ തന്നെ GSTയുടെ പുനഃസംഘടന നടന്നു. സിനിമാ മേഖലയ്ക്ക് ഒന്നും ലഭിച്ചില്ല. ഉപദ്രവമല്ലാതെ ഈ ഗവൺമെന്റിനെ കൊണ്ട് സിനിമയ്ക്ക് ഇന്ന് വരെ ഒരു ഉപകാരങ്ങളും ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് ഗവൺമെന്റിനെ ബോധ്യപ്പെടുത്താനും നമുക്ക് അർഹമായ ആനുകൂല്യങ്ങൾ പിടിച്ചെടുക്കാനും മുൻനിരയിൽ ചേംബർ ഉണ്ടാകും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. സിനിമയ്ക്കുള്ളിലെ പ്രശ്നങ്ങൾ സംഘടനയ്ക്കുള്ളിൽ തന്നെ ചർച്ച ചെയ്യണമെന്ന് ഫിയോക് ചെയർമാൻ കൂടിയായ നടൻ ദിലീപ് പറഞ്ഞു. അകത്ത് പറയേണ്ടവർ പുറത്തുപോയി കല്ലെറിയുന്നു. ചാനലിൽ പോയി പറയുന്ന രീതി മാറ്റണമെന്നും ദിലീപ് അഭിപ്രായപ്പെട്ടു. നമ്മൾ പലപ്പോഴും കാണുന്നത് ഇതിൻ്റെ അകത്ത് സംസാരിക്കേണ്ട വിഷയങ്ങൾ ആദ്യമേ നമ്മൾ പുറത്തു നിന്നാണ് സംസാരിക്കുന്നത്. അകത്ത് നിൽക്കുന്ന ആൾക്കാർ അറിയുന്നത് ഇതിൽ നിന്ന് ഏതെങ്കിലും സംഘടനയുടെ ഒരാൾ പുറത്തുപോയി നിന്ന് കല്ലെറിയുമ്പോഴാണ് അതെന്താത്. പിന്നെ ഏതൊരു സംഘടനയുടെയും കാര്യങ്ങളെ നോക്കേണ്ടത് ആ ഭരണസമിതിയുടെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ പിന്നെ അവരവരുടേതായ സ്റ്റാൻഡ് എടുക്കും. അതേസമയം ഫെഫ്കയിൽ 2 ട്രേഡ് യൂണിയനുകൾ കൂടി ഉണ്ടാകുമെന്ന് ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. സിനിമയിലെ 2 വിഭാഗങ്ങൾ ട്രേഡ് യൂണിയൻ ഉണ്ടാക്കാൻ സമീപിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. സിനിമയിലെ സാങ്കേതിക വിഭാഗത്തിലെ ഓരോ ക്രാഫ്റ്റിനെയും പ്രതിനിധീകരിക്കുന്ന ഒരു യൂണിയൻ എന്ന മട്ടിലാണ് ഫെഫ്ക വിഭാവന ചെയ്തിട്ടുള്ളത്. ഇത് കൂടാതെ ഇപ്പോൾ നിലവിൽ 2 തൊഴിൽ മേഖലയുടെ പ്രതിനിധികൾ കൂടി അവരുടെ ട്രേഡ് യൂണിയൻ ഉണ്ടാക്കിക്കൊണ്ട് ഫെഫ്കയിലേക്ക് അഫിലിയേറ്റ് ചെയ്യണമെന്ന അഭ്യർത്ഥനയായിട്ട് വന്നിട്ടുണ്ട്. അത് ഏതാണെന്നുള്ളത് ഒരു ട്രേഡ് സീക്രട്ട് ആയതുകൊണ്ട് ഇപ്പോൾ പറയുന്നില്ല. 2 പുതിയ വിഭാഗങ്ങൾ കൂടി ഫെഫ്കയിലേക്ക് വരാൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. ചടങ്ങിൽ അമ്മ പ്രസിഡന്റ് ശ്വേതാ മേനോൻ, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അനിൽ തോമസ്, കേരള ഫിലിം ചേംബർ എക്സിക്യൂട്ടീവ് അംഗവും അമൃത TV ബിസിനസ് ഹെഡുമായ ശിവകുമാർ ആർ തുടങ്ങിയവർ പങ്കെടുത്തു. അമൃത ന്യൂസ്, കൊച്ചി. കൊല്ലം അമൃതപുരിയിൽ വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് ആരംഭിച്ച ഗണേശോത്സവത്തിന് പരിസമാപ്തിയായി. ആശ്രമ പരിസരത്ത് നടന്ന ചടങ്ങിൽ സദ്ഗുരു ശ്രീമാത അമൃതാനന്ദമയി ദേവി ഗണേശ വിഗ്രഹങ്ങൾക്ക് പുഷ്പാർച്ചന നടത്തുകയും വിശ്വശാന്തി പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. ഘോഷയാത്രയിലും പ്രാർത്ഥനയിലും വിദേശികൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. അമൃതപുരിയിലെ കടപ്പുറത്ത് ഗണേശ വിഗ്രഹങ്ങൾ നിമജ്ജനം ചെയ്തതോടെയാണ് 10 ദിവസം നീണ്ടുനിന്ന ഗണേശോത്സവം സമാപിച്ചത്. കോട്ടയത്തെ ആമ്പൽ പൂപ്പാടങ്ങൾ തീർത്ത വർണ്ണവസന്തം കാണാൻ ആസ്വാദകരുടെ പ്രവാഹമാണ്. മലരിക്കലിന് പുറമെ കൊല്ലാടും അമ്പാട്ടുകടവിലും ദിവസവും എത്തുന്നത് നിരവധി ആളുകളാണ്. കണ്ടുവരാം ആമ്പൽ പാടങ്ങളിലെ അവർണ്ണ കാഴ്ചകൾ. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ കോട്ടയം ജില്ലയിൽ സഞ്ചാരികളുടെ പ്രധാന ആകർഷണങ്ങളിലൊന്നായി ആമ്പൽപ്പാടങ്ങൾ മാറിക്കഴിഞ്ഞു. മുൻപ് തിരുവാർപ്പ് പഞ്ചായത്തിലെ മലരിക്കലായിരുന്നു ആമ്പൽ വസന്തത്തിന് പേര് കേട്ടിരുന്നതെങ്കിൽ ഇപ്പോൾ പനച്ചിക്കാട് പഞ്ചായത്തിലെ കൊല്ലാടും അമ്പാട്ടുകടവുമൊക്കെ ആമ്പൽ ടൂറിസത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു. സംസ്ഥാനത്തിന് പുറമേ നിന്ന് പോലും ധാരാളമായി സഞ്ചാരികൾ എത്തുന്നുണ്ട്. വൈഫ് ഡൽഹിയിൽ നിന്ന് വന്നാണ്. ഡൽഹിയിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നു. മക്കളവിടെ ഇവിടെ പഠിക്കുകയാണ്. ഒരാൾ ബാംഗ്ലൂരും ഒരാൾ ഇവിടെയും പഠിക്കുകയാണ്, കേരളത്തിലും. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയൊരു ഫാമിലി യുണൈറ്റ് ചെയ്യാൻ പറ്റിയൊരു സമയമായിരുന്നു ഈ ഓണം. അതുകൊണ്ട് ഞങ്ങൾ അപ്പം ഇത് കാണാൻ അമ്പൽ കാണാൻ കുറച്ചും കൂടെ ഒരു കാരണം എല്ലാവരും ഇപ്പോൾ ഇതാണല്ലോ സീസൺ. ഓണാവധി ആഘോഷിക്കാൻ കോട്ടയത്തെത്തുന്നവരിൽ വലിയൊരു പങ്കും ആമ്പൽപ്പാടങ്ങൾ തേടി എത്തുന്നുണ്ട്. ആക്ച്വലി ഞാൻ നേവിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ കൂടെയുള്ള സ്റ്റാഫ് തന്നെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് ട്രിവാൻഡ്രംകാർ തന്നെ. പിന്നെ മാത്രമല്ല അൺലിറ്റഡ് ഫേമസ് അല്ലേ യൂട്യൂബിൽ. ആമ്പൽ പൂക്കൾക്കിടയിലൂടെയുള്ള വള്ളസവാരിയും ഫോട്ടോയും റീൽസും എടുക്കാൻ ആമ്പൽ പൂക്കൾ കൊണ്ട് അലങ്കരിച്ച വള്ളങ്ങളും ഊഞ്ഞാലുമൊക്കെ ഈ ഡെസ്റ്റിനേഷനുകളിൽ ഒരുക്കിയിട്ടുണ്ട്. ആൾക്കാർ ഒത്തിരി ഇല്ല, അപ്പം നല്ല പ്രൈവസി ആൻഡ് ഇറ്റ്സ് എ വെരി നൈസ് പ്ലേസ്. ഫുൾ പിങ്ക് ആണ്. ലൈക്ക് ഇഫ് യു ലുക്ക് ഫാർ ഇറ്റ്സ് റിയലി പ്രിറ്റി. ആമ്പൽ പാളത്തിൽ വന്നത് എൻ്റെ അച്ഛൻ്റെ കൂടെ അമ്മേൻ്റെ ചേട്ടൻ്റെ കൂടെ
വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ ഫോട്ടോയും നല്ല രസം ഉണ്ടായിരുന്നു. മലരിക്കലിൽ മിക്ക ദിവസങ്ങളിലും സഞ്ചാരികളുടെ തിരക്ക് അതിരൂക്ഷമാണ്. ഇതോടെ തിക്കും തിരക്കുമില്ലാതെ ആമ്പൽ വസന്തം ആസ്വദിക്കാവുന്ന ഇടങ്ങളായി കൊല്ലാടും അമ്പാട്ടുകടവും മാറി. വിരിപ്പ് കൃഷി ആരംഭിക്കുന്നതുവരെയാണ് ആമ്പൽ വസന്തം ആസ്വദിക്കാൻ അവസരം. അമൃത ന്യൂസ്, കോട്ടയം.